എം ശങ്കരൻ നമ്പൂതിരിപ്പാട് തുടങ്ങിവെച്ച ജനകീയാസൂത്രണ പദ്ധതി കേരളത്തിൽ പരാജയമാണോ എന്ന് വ്യക്തമാക്കാൻ ശ്രീ എം പി രാജേഷ് തയ്യാറാവണം. കാരണം ജനകീയാസൂത്രണ പദ്ധതിയിൽ എന്താണോ ഇടതുപക്ഷം വിഭാവനം ചെയ്തത്, എന്താണോ CPM കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വെച്ചത്, അതെല്ലാം വിരുദ്ധമായിട്ടാണ് ഇന്നത്തെ ഈ സർക്കാരിന്റെ നടപടി. അപ്പോൾ ജനകീയാസൂത്രണ പദ്ധതി പരാജയമായിരുന്നോ? ജനങ്ങളിലേക്ക് അധികാരമെത്തിക്കാൻ, താഴെത്തട്ടിലേക്ക് അധികാരമെത്തിക്കാൻ, അധികാര വികേന്ദ്രീകരണം ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന ജനകീയാസൂത്രണം പരാജയമായിരുന്നു എന്നുള്ള സമ്മതിക്കലാണോ സർക്കാരിന്റെ പുതിയ നയംമാറ്റം എന്നുള്ളതുകൂടി എം പി രാജേഷ് വ്യക്തമാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. CPIയുടെ വാക്കുകൾക്ക് യാതൊരു വിലയും സർക്കാർ കൽപ്പിക്കുന്നില്ല, ഇടതുമുന്നണിയിൽ കൽപ്പിക്കുന്നില്ല. ഘടകകക്ഷിയായിട്ടുള്ള CPIയെക്കാളും ഇന്ന് ഇടതുമുന്നണിയിൽ സ്വാധീനവും ശക്തിയുമുള്ള ഒരു ഘടകകക്ഷിയായിട്ട് ഓയസിസ് കമ്പനി മാറിയിരിക്കുക. ഇടതുമുന്നണി യോഗത്തിൽ CPIയും RJDയും എല്ലാം ശക്തമായിട്ടുള്ള നിലപാടെടുത്തു എന്നാണ് പറയുന്നത്. ശക്തമായിട്ടുള്ള നിലപാടെടുത്തു എന്നുള്ളത് ശ്രീ ബിനോയ് വിശ്വത്തിനെ അറിയുള്ളൂ. പക്ഷെ ആ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ആ നിലപാടിന് ഒരു വിലയുമില്ല. മറിച്ച് ഓയസിസ് കമ്പനിയുടെ നിലപാടിനാണ് ഇടതുമുന്നണിയിൽ വില എന്നുള്ളത് ഓരോ ദിവസത്തെയും സർക്കാരിന്റെ നയങ്ങളിൽ വരുന്ന മാറ്റം തെളിയിക്കുക. സർക്കാരിനോട് ഒരു കാര്യം ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുക. സർക്കാർ എം പി രാജേഷ് പറയുന്നത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് കമ്പനിക്ക് വേണ്ടിയിട്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് കമ്പനി ചെയ്യുന്നത്, അതുകൊണ്ടാണ് നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള അനുവാദം കൊടുത്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ഒരു തവണ പരിസ്ഥിതി മലിനീകരണമെല്ലാം നടത്തി ലൈസൻസ് റദ്ദു ചെയ്ത കമ്പനികൾ, വ്യവസായ സ്ഥാപനങ്ങൾ അവർ പുതിയതായിട്ട് ലൈസൻസിന് അപേക്ഷിക്കുന്ന സമയത്ത് അവർക്ക് ലൈസൻസ് അനുവദിക്കുന്നതിന് മുമ്പായിട്ട് പരിസ്ഥിതി ആഘാത പഠനം, അതുപോലെ തന്നെ സാമൂഹിക ആഘാത പഠനം ഇതെല്ലാം നടത്തണം. അത് നടത്തിയ ശേഷം മാത്രമേ ആ കമ്പനിക്ക് പുതുതായിട്ട് ലൈസൻസ് അനുവദിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഓയസിസ് കമ്പനിയുടെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കണമെങ്കിൽ അവരുടെ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് സർക്കാരിന് ലഭിക്കണം. സംസ്ഥാന സർക്കാരിന് ഓയസിസ് കമ്പനി ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുക. ഉണ്ടെങ്കിൽ ആ DPR പുറത്തുവിടാൻ സർക്കാർ തയ്യാറാവണം. ഓയസിസ് കമ്പനി എലപ്പുള്ളിയില് മണ്ണുകാട് ആരംഭിക്കാൻ പോകുന്ന പ്ലാന്റിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടോ, വ്യവസായ വകുപ്പിന് സമർപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാവണം. അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഓയസിസ് കമ്പനിയുടെ പ്രവർത്തനം നിയമാനുസൃതമായിരിക്കും എന്നുള്ള ഉറപ്പ് ജനങ്ങൾക്ക് നൽകുന്നതെന്ന് വ്യക്തമാക്കാനും തയ്യാറാവണം.